നമസ്കാരം. എൻ്റെ പേര് ജസ്റ്റിൻ ജോസ്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന 10 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇതിക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപാദിച്ചു കഴിഞ്ഞു. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊരു കാര്യം ഞാൻ ഈ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. അത് പലരും കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. വിളിച്ച എല്ലാ ആളുകൾക്കും നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഇതും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. റെസ്റ്റോറേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി ആ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. എന്നാൽ ഇന്നും അതുപോലെ തന്നെ റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ ഇന്നും നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇനിയും റെസ്റ്റോറേഷൻ 2 തരമുണ്ട്. ഇവിടെ എനി ഇൽനെസ് റെസ്റ്റോറേഷൻ, 2 ഡിഫറൻറ്റ് ഇൽനെസ് റെസ്റ്റോറേഷൻ. ഇവ രണ്ടും തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരേ അസുഖത്തിന് നമ്മൾ ഒരേ വർഷം ചികിത്സക്ക് പ്രവേശിപ്പിക്കുകയും അതിന് ചെലവ് സംഭവിച്ചാൽ ഒരേ അസുഖത്തിനായതുകൊണ്ട് ഒരു പോളിസിയിൽ, അതായത് എനി ഇൽനെസ് എന്ന പോളിസിയിൽ റീചാർജ് എമൗണ്ട് പൂർണ്ണമായി കയറുകയും ഡിഫറൻറ്റ് ഇൽനെസ് റെസ്റ്റോറേഷൻ എന്ന പദ്ധതിയിൽ റീസ്റ്റോറേഷൻ പൂർണ്ണമായി സംഭവിക്കില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഉദാഹരണത്തിന് നമ്മൾ 2 പോളിസികൾ എ എന്നും ബി എന്നും വേർതിരിക്കുക. എ പോളിസി എനി ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസിയാണെന്ന് കരുതുക. ബി പോളിസി ഡിഫറൻറ്റ് ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസിയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എ എന്ന പോളിസി, അതായത് എനി ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസിയിലെ കുടുംബത്തിലെ ഒരാൾ ഹൃദയ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു എന്ന് കരുതുക. ഇതുപോലെ തന്നെ ബി എന്ന പോളിസിയിൽ, അതായത് ഡിഫറൻറ്റ് ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസിയിൽ ആളും ഇതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ 2 പേർക്കും ചിലവായ തുക 6 ലക്ഷം രൂപയാണെന്ന് കരുതുക. അപ്പോൾ ബാക്കി ഈ 2 പോളിസികളിലും അവശേഷിക്കുന്ന തുക 4 ലക്ഷം രൂപയാണ്. ഇനി 3-4 മാസങ്ങൾക്ക് ശേഷം എ എന്ന പോളിസിയിൽ, അതായത് എനി ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസി പ്രകാരമുള്ള പോളിസിയിലും ബി എന്ന ഡിഫറൻറ്റ് ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസി പ്രകാരമുള്ള പോളിസിയിലെ ആളുകൾ വീണ്ടും ഹൃദയ സംബന്ധമായ രോഗത്തിന്, അതായത് അതേ അസുഖത്തിന് തന്നെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചിലവായ സംഖ്യ 7 ലക്ഷമാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ പോളിസി, അതായത് എനി ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസിയിൽ ചേർന്ന ആൾക്ക് വീണ്ടും പൂർണ്ണമായും ആ തുക റീചാർജ് ആകും എന്നുള്ളത് കൊണ്ട് 1 രൂപ പോലും അവിടെ ചിലവാക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ ബി എന്ന പോളിസിയിൽ രണ്ടാമതും ഒരേ അസുഖത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊണ്ട് റീസ്റ്റോറേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ബി എന്ന പോളിസി, അതായത് ഡിഫറൻറ്റ് ഇൽനെസ് എന്ന പോളിസിയിൽ ഉള്ള ആളുകൾക്ക് 3 ലക്ഷം രൂപ കയ്യിൽ നിന്നും വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും എനി ഇൽനെസ് റെസ്റ്റോറേഷൻ പോളിസി ചേരുന്നതാണ് അഭികാമ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരം സാമ്പത്തിക അറിവുകൾക്കായിട്ട് എന്നെ ബന്ധപ്പെടാം. എൻ്റെ വാട്സപ്പ് നമ്പർ +1 +91 99 61 855 075. എൻ്റെ ഇമെയിൽ ID justinwj02@gmail.com. ഇനി കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൂടി പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമ്മളൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു 30 വയസ്സൊക്കെ ആയാലും മിനിമം ഒരു 15 തൊട്ട് 20% എങ്കിലും സേവിങ്സ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അനുഭവത്തിലും എൻ്റെ ജീവിത പരിചയം കൊണ്ട് ഞാൻ പറയുകയാണ്.
20% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിവെക്കുന്ന പലരുമുണ്ട്. അത് പലതരത്തിലാണ്. ചിലർ സ്വർണം വാങ്ങിക്കും, ചിലർ ഭൂമിയിൽ നിക്ഷേപിക്കും, ചിലർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കും. അങ്ങനെ പലതരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ നമുക്കൊന്നുണ്ട്. എന്നാൽ പലരും ഇൻഷുറൻസ് പദ്ധതികളിൽ നിക്ഷേപിക്കാൻ മടിക്കാറുണ്ട്, അല്ലെങ്കിൽ വൈമുഖ്യം കാണിക്കാറുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നിയത് ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. ലാഭത്തേക്കുള്ളുപരി ലാഭവും സുരക്ഷയുമാണ് ഇൻഷുറൻസ് പദ്ധതികളെന്ന് മനസ്സിലാക്കാതെ പോകുന്നു. LIC പോലുള്ള ഇൻഷുറൻസ് കമ്പനിക്ക്, അതായത് LIC എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു പേരുമില്ല, LIC മാത്രമാണുള്ളൂ. LICക്ക് കൂടെ മറ്റൊന്നുമില്ല. എക്സ്ക്ലൂസീവ്ലി ഇൻഷുറൻസ് കമ്പനി LIC ആണ്. മറ്റു പല കമ്പനികളും മറ്റു പലരോടും കൂടെ ചേർന്നുള്ള ഇൻഷുറൻസ് കമ്പനികളാണെന്ന് മനസ്സിലാക്കണം. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി ഇന്ത്യയിൽ LIC മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടുചേരാൻ വേറെ ഒന്നുമില്ല, LIC മാത്രമേ ഉള്ളൂ. അപ്പോൾ LICയിൽ ഇത്ര നല്ല നിരവധി സുരക്ഷാകരമായിട്ടുള്ള ലാഭകരമായിട്ടുള്ള ഒരുപാട് പോളിസികൾ അവൈലബിളാണ്. അതൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അത്തരം പോളിസികൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സുരക്ഷയും ലാഭവുമാണ്. സുരക്ഷയും ലാഭവും തുല്യമായി ചേർന്ന പദ്ധതികളാണത്. അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങളിലും അത് വലിയ ഗുണം പലർക്കും ചെയ്തിട്ടുണ്ട് എന്ന് പല അനുഭവമുള്ള ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ കാണുക. ഇത്തരം സാമ്പത്തിക അറിവുകൾക്ക് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ വാട്സപ്പ് നമ്പർ +91 99 61 855 075. എൻ്റെ ഇമെയിൽ ID justinwj02@gmail.com. ഇനി ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പോയിന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.